ദൈവത്തിന് മഹത്വം. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ദൈവം നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കും. സങ്കീർത്തനം 115:4. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ഏറ്റവും അത്യാവശ്യമായ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് തന്നെ ഭയപ്പെടുന്ന ഏറ്റവും ചെറിയവന് പോലും അവൻ നിരസിക്കുകയില്ല. ദൈവാനുഗ്രഹം നമ്മെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് ദൈവത്തെ പുകഴ്ത്താം. കാരണം ഭൂമിയെ അവൻ മനുഷ്യപുത്രന്മാർക്ക് അവരുടെ ഉപയോഗത്തിനായി കൊടുത്തിരിക്കുന്നു. ഭൗതിക നന്മകൾക്കായി ദൈവം ഭൂമിയെ നമ്മളുടെ പേർക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിർജീവ വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നത് വിഡ്ഢിത്തവും ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നത് ബുദ്ധിയുമാണ്. കാരണം തന്നെ ശരണമാക്കുന്നവർ ഏവർക്കും അവൻ സഹായവും പരിചയമാണ്. ശരിയായ ദൈവഭയം എവിടെയുണ്ടോ അവിടെ ആനന്ദപൂർണമായ ഒരു വിശ്വാസം കാണാം. ആര് ദൈവവചനത്തെ ബഹുമാനിക്കുന്നുവോ അവർ ദൈവവചനത്തിൽ ആശ്രയിക്കും. വിശ്വാസികളുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മരിച്ച ശരീരം ദൈവത്തെ സ്തുതിക്കുന്നില്ല. മരണം നമ്മെ സംഘർഷവും പരീക്ഷയും നിറഞ്ഞ ഈ ലോകത്തിൽ അവനെ സ്തുതിക്കുന്നതിന് അന്തം വരുത്തുന്നു. മറ്റുള്ളവർ അവിശ്വാസികൾ ആത്മീയമായി മരിച്ചവരാണ്. മരണത്തോടെ അവർക്കുള്ള സേവനം അവസാനിക്കുന്നു. അതുകൊണ്ട് നാം അവർക്ക് വേണ്ടിയുള്ള സേവനം അധികമായി ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ വിശ്വസിച്ചെങ്കിലേ നിങ്ങളുടെ മക്കളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ എന്ന വാഗ്ദത്തം നിവൃത്തിയാകുകയുള്ളൂ. ദൈവം എങ്ങനെയാണ് മേൽക്കുമേൽ അനുഗ്രഹിക്കുന്നത്? 1 കൊരിന്ത്യർ 3-ാം വാക്യപ്രകാരം, ആരോ നട്ടു, മറ്റാരോ വെള്ളമൊഴിച്ചു, പക്ഷേ വളർത്തുന്നത് ദൈവമാണ്. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയിൽ നമുക്കൊരു പങ്കുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്ലാൻ ആണ് നമ്മൾ. ആരോ നട്ടു, മറ്റാരോ വെള്ളമൊഴിച്ചു, ദൈവമാണ് വളർത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും മേൽക്കുമേൽ അനുഗ്രഹിക്കുന്നതും ദൈവമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തിയെ അവൻ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. നമ്മെ ക്രമീകൃതമായി വർദ്ധിപ്പിക്കും. നമ്മുടെ സൈസ് വർദ്ധിക്കും. നിന്നുപോകാത്ത വളർച്ച, കൂട്ടൽ അല്ല ഗുണിക്കലിലായിരിക്കും നമ്മുടെ വളർച്ച. ദൈവം നമ്മെ അധികമായി വർദ്ധിപ്പിക്കും എന്ന തൻ്റെ വാഗ്ദത്തം